നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. കുറേ നാളായിട്ട് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റായിരുന്നു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. അങ്ങനെ 2 സ്റ്റേജുകളിലായിട്ട് ഓഗസ്റ്റ് 9 കൂടെ കഴിഞ്ഞപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ഇനി ഏത് പരീക്ഷയ്ക്ക് പഠിക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ കുറേ പേര് ഇരിക്കുന്നുണ്ടായിരിക്കും. ഒരുപാട് ഓപ്ഷനുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് അല്ലേ? ഒരുപാട് നല്ല നല്ല പരീക്ഷകൾ വരുന്നുണ്ട്. കുറേ പേര് ഈ ഒരു പരീക്ഷയും കൂടെ കഴിഞ്ഞപ്പോൾ മനസ്സ് മടുത്തു, എനിക്കിനി വയ്യ എന്നുള്ള രീതിയിലിരിക്കുന്നുണ്ട്. നമുക്ക് വയ്യ എന്ന് പറഞ്ഞ് പോയാൽ ആർക്ക് നഷ്ടം? നമുക്ക് മാത്രം നഷ്ടം, നമ്മുടെ വീട്ടുകാർക്ക് നഷ്ടം. PSCക്ക് വല്ല നഷ്ടമുണ്ടോ? PSC ഇനിയും പരീക്ഷകൾ നടത്തുമല്ലേ? നന്നായിട്ട് ഇതിൽ സംഭവിച്ച പോരായ്മകൾ മനസ്സിലാക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ അടുത്ത പരീക്ഷകളിൽ ടോപ്പ് റാങ്കിലെത്തുകയും ചെയ്യും. പിന്നീട് അയ്യോ അന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ട് ഒരു കാര്യവും ഇല്ലല്ലേ? എപ്പോഴാണോ സമയമുള്ളത് ആ ടൈമിൽ നിങ്ങൾ പഠിച്ചെന്ത് ചെയ്യുക? നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് നോക്കുക. പിന്നീട് സമയം അതിക്രമിച്ചിട്ട് അന്നേ പഠിച്ചായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നല്ല രീതിയിലൊരു പ്രിപ്പറേഷൻ തുടങ്ങണം. നല്ലതുപോലെ ആ പരീക്ഷയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏത് രീതിയിലാണ് PSC ചോദിക്കുന്നതെന്ന്. അത്രയും നല്ല പോലെ എല്ലാ ഏരിയസും ഡീറ്റെയിൽഡായിട്ട് ഡീപ്പായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള ഒരു 6 മാസം നിങ്ങൾ PSCക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. ന്യൂ SCERT ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. എല്ലാ പോർഷനിൽ നിന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. 2025 അവസാനം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS. 7ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ എങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഒത്തിരി വേക്കൻസി ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇപ്പോഴേ ഒരുപാട് പേര് അതിന് പഠനം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴേ പഠനം ആരംഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് SCERT ഒക്കെ റിവിഷൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പഠനം ആരംഭിക്കണം. നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ഒന്നും എന്ത് ചെയ്യേണ്ട, കാത്തു നിൽക്കേണ്ട. അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് LGSനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റ് കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റുകളും ക്ലാസ്സുകളും എല്ലാം നമ്മൾ അതിനകത്തൂടെ ആയിരിക്കും തരുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGS നിങ്ങൾക്കുള്ള നല്ലൊരു അവസരമാണ്. തുടക്കക്കാരായിട്ടുള്ളവർക്ക് പോലും LGSൻ്റെ സിലബസാണ്. ഇംഗ്ലീഷ്, മലയാളം പോലുള്ള ലാംഗ്വേജുകളില്ല. ഒരു LGS സിലബസിൽ നടക്കുന്ന പരീക്ഷയാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് ചാൻസ് ഉള്ളൊരു പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അടുത്തത് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന പോസ്റ്റാണ്. സെപ്റ്റംബർ 3 വരെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഒരു കാമായിട്ടുള്ളൊരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റാണ്. യൂണിഫോമൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ യൂണിഫോം പോസ്റ്റിൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്കൊരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി കുറച്ച് കാമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന പരീക്ഷയാണ്. ഇപ്പോഴേ പഠനം ആരംഭിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ അറിയാമല്ലോ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. സെപ്റ്റംബർ 3 ലാസ്റ്റ് ഡേറ്റ്. ഈ വർഷം എക്സാം കാണാനുള്ള ചാൻസ് ഇല്ല. അടുത്ത വർഷം ആദ്യം ആയിരിക്കാം ചാൻസ് കൂടുതൽ എക്സാമിന്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. വരുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു അവസരമാണ് യൂണിഫോം ആഗ്രഹിക്കുന്നവർക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. അടുത്തത് 10ാം ക്ലാസ് നിലവാരത്തിൽ 2026 വരാൻ പോകുന്ന പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ബിവറേജ് LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് മുതലായ പരീക്ഷകൾ LDയുടെ സിലബസിലാണ് വരുന്നത്. കമ്പനി ബോർഡ് LGS പോലെ തന്നെ ഈ ഡിസംബറിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ച് അടുത്ത വർഷം പരീക്ഷ നടക്കാനുള്ള ചാൻസുകളുള്ള പരീക്ഷയാണ് VFA, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, ബിവറേജ് LD മുതലായവ. ഇനി അതുപോലെ 2025 ഒക്ടോബറിൽ ഒരു 10th പ്രിലിംസ് വരുന്നുണ്ട്. അപ്പോൾ അതിലെ പോസ്റ്റുകളൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തതാണ്. സ്റ്റോർ കീപ്പർ, അതുപോലെ സെയിൽസ് ഗ്രേഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ ഏതാണ് അറ്റൻഡർ എന്ന് പറയുന്ന പോസ്റ്റ്. ഇതിലേക്കൊക്കെയുള്ളൊരു പരീക്ഷയാണ് 10th പ്രിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ 2025 ഒരു 10th പ്രിലിംസ് വരാൻ പോകുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അതുപോലെ ഡിഗ്രി ലെവലിലുള്ളവർക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷകൾ വരുന്നുണ്ട്. ഈ ഒരു WCPO CPO ഒക്കെ നല്ല മാർക്ക് നേടാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഡിസംബറിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിട്ട് അടുത്ത ജൂണോടുകൂടി പരീക്ഷ നടക്കും. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഇപ്പോഴേ പല തവണ റിവിഷൻ അടിച്ച് പഠിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. ഇനിയുള്ളൊരു 6 മാസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് ഞാനിനി ഒന്നും പഠിക്കാത്തതില്ല എന്നുള്ള രീതിയിൽ എല്ലാം കവർ ചെയ്തിട്ട്
മാക്സിമം ഒരു സംതൃപ്തിയോടെ പോയിട്ടൊരു പരീക്ഷയെങ്കിലും എഴുതി നോക്കുക. സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇതുപോലെ ഞാൻ എല്ലാം കവർ ചെയ്ത് റിവിഷൻ അടിച്ച് സെറ്റായിട്ട് പെർഫെക്റ്റായിട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ഒരു പരീക്ഷയെങ്കിലും നിങ്ങൾ അങ്ങനെ എഴുതി നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പരീക്ഷകളുടെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിതിനകത്ത് ഏത് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ടെലിഗ്രാമിലും കൂടി ഒന്ന് അംഗമാവുകയാണെങ്കിൽ അതിലൂടെ നമ്മൾ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ അതിനകത്തൂടെയാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആരംഭിച്ചോളാം. 2026 നിങ്ങളുടെ വർഷമായിട്ട് തീരട്ടെ. താങ്ക് യു.